നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിൽ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണി. തുഷാറിന് ഗൺമാനെ നൽകി സുരക്ഷ ആവശ്യമില്ലെന്ന പി സുനീർ. ആദിവാസി മേഖലകളിലെ പ്രവർത്തനം ചിലരെ അസ്വസ്ഥതപ്പെടുത്തുന്നുവെന്ന തുഷാർ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കുമെന്നത് ഇടതുപക്ഷത്തിന്റെ ദിവാസ്വപ്നമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാക് പരാമർശത്തിലൂടെ അമിത്ഷാ വയനാടിനെ അവഹേളിച്ചെന്ന ഉമ്മൻചാണ്ടി. തിരുനെല്ലിയിൽ മാവോയിസ്റ്റ് പോസ്റ്റർ, തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം. നാളെ ഓശാന ഞായർ, നാഥനെ വരവേൽക്കാനൊരുങ്ങി നാടെങ്ങും ക്രൈസ്തവ സമൂഹം. കണിവെള്ളരിയെത്തി, വിഷുവിപണി സജീവം. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാട്ടിൽ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണിയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തട്ടിക്കൊണ്ടുപോകാനോ പ്രചരണ സ്ഥലത്ത് അക്രമമുണ്ടാക്കാനോ സാധ്യതയെന്നാണ് റിപ്പോർട്ട്. സുരക്ഷയ്ക്കായി NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് ഗൺമാനെ അനുവദിച്ചു. ആദിവാസി മേഖലയിലെ തന്റെ ഇടപെടലാണ് മാവോയിസ്റ്റുകളെ പ്രകോപിപ്പിച്ചതെന്ന് തുഷാർ വെള്ളാപ്പള്ളി. സുരക്ഷ ആവശ്യമില്ലെന്ന് LDF സ്ഥാനാർത്ഥി പി സുനീർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. തുഷാറിന് പുറമെ CPI സ്ഥാനാർത്ഥി പി സുനീറിനും സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കാൻ പോലീസോ പാർട്ടി കേന്ദ്രങ്ങളോ തയ്യാറായിട്ടില്ല. ജില്ലയിൽ എല്ലായിടത്തും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കർശന പോലീസ് നിരീക്ഷണമുണ്ടാകും. ജില്ലയിലെ പ്രധാന ഗവൺമെന്റ് ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും സുരക്ഷയൊരുക്കാൻ പോലീസ് തീരുമാനിച്ചതായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം 7 തവണ പലയിടങ്ങളിലായി മാവോയിസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്തിരുന്നു. വയനാട് വിഷൻ, കൽപ്പറ്റ. വയനാട്ടിൽ ഇത്രയും കാലം അവഗണിക്കപ്പെട്ടു കിടന്ന ആദിവാസി മേഖലയിലെ സജീവമായ ഇടപെടലുകളിൽ പരിഭ്രാന്തരായവരാണ് തനിക്കെതിരായ ഭീഷണികൾക്ക് പിന്നിലെന്ന BDJS പ്രസിഡന്റും വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയുമായ തുഷാർ വെള്ളാപ്പള്ളി. ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും തുഷാർ. മാവോയിസ്റ്റുകളോട് ദേഷ്യമോ ഭയമോ ഇല്ല. അവർ പറയുന്നതും കേൾക്കണമെന്നും അവരെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കണമെന്നും അഭിപ്രായമുള്ള ആളാണ് താനെന്നും തുഷാർ പറഞ്ഞു. ചൂഷണം ചെയ്യപ്പെട്ട അഭയാർത്ഥികളെപ്പോലെ ജീവിക്കുന്ന വയനാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ ദയനീയാവസ്ഥ ഇനിയെങ്കിലും തിരിച്ചറിയണം. മണ്ഡലത്തിലെ ദേശീയ നേതാവിനില്ലാത്ത ഭീഷണിയാണ് താൻ നേരിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും UDFന്റെയും ഒത്തുകളി ഇക്കാര്യത്തിലുണ്ട്. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പും അഴിമതിയുമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ആദിവാസികളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടാൻ താൻ മുന്നിലുണ്ടാകുമെന്നും തുഷാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ബാബു മണിയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം SDPI മാനന്തവാടി മണ്ഡലം കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ നടത്തി. മാനന്തവാടി വ്യാപാരി ഭവനിൽ പരിപാടി SDPI വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സംസ്ഥാന നിരീക്ഷകൻ TK അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു. മാനന്തവാടി മണ്ഡലം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. CP മുഹമ്മദ് അലി കോഴിക്കോട്, SDPI ജില്ലാ സെക്രട്ടറി T നാസർ, സഹീർ അബ്ബാസ്, ഷമീർ പിലാക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നഗരത്തിൽ പ്രചരണ റാലിയും നടന്നു. ലോക് താന്ത്രിക് ജനതാദൾ അംഗമായിരുന്ന മുട്ടിൽ പന്നിക്കുഴി കോളനി സ്വദേശി അച്ചപ്പൻ പാർട്ടിയുടെ തെറ്റായ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്നതായി കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓരോ ദിവസവും നയങ്ങളും നിലപാടുകളും മാറ്റുന്ന പാർട്ടിയാണ് ലോക് താന്ത്രിക് ജനതാദൾ. അതിനാലാണ് താൻ ഉൾപ്പെടെ ഏതാനും പേർ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും അച്ചപ്പൻ പറഞ്ഞു. ലോക് താന്ത്രിക് ജനതാദൾ മുട്ടിൽ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് ചെയർമാനാണ് അച്ചപ്പൻ. 66-67 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ വന്നു. അന്ന് 4 പാർട്ടികളും കൂടി ജനതാ പാർട്ടി ഉണ്ട്, കറുത്ത ഇന്ത്യ കർഷകൻ എന്ന അടയാളത്തിൽ
ജനതാ പാർട്ടി ഉണ്ടാക്കി. ആ ജനതാ പാർട്ടിയിൽ കൂടി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വന്നു. ഈ 2009 ജനതാദളിന് ഏറ്റവും കൂടുതൽ പാർട്ടി സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു കോഴിക്കോട് മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലം പാർട്ടി ചോദിച്ചപ്പോൾ, ഘടകകക്ഷി എന്ന നിലയിൽ ചോദിച്ചപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആ സീറ്റ് തരാതെ ഇരിക്കുകയും അങ്ങനെ ഞങ്ങൾ മുന്നണിയായി വിട്ട്. വയനാടിനെ ബാധിക്കുന്ന വിഷയങ്ങളിലൊന്നും നിലപാട് വ്യക്തമാക്കാൻ നിലവിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ മുന്നണികളോ തയ്യാറായിട്ടില്ലെന്ന് CPIML ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കർഷകരുടെ വിഷയങ്ങൾ, ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി തുടങ്ങി പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും LDF, UDF, NDA മുന്നണികൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന CPIML സ്ഥാനാർത്ഥിക്ക് മുഴുവൻ പേരുടെയും പിന്തുണ ഉണ്ടാകുമെന്നും ഇവർ പറഞ്ഞു. വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് മെഡിക്കൽ കോളേജിലുള്ള സമീപനം, യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധി, ജപ്തി നേരിടുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ രാഹിത്യം, ആദിവാസി ദളിത് തോട്ടം തൊഴിലാളി മേഖലയിലെ ഭൂപ്രശ്നം, അതുപോലെ നമ്മുടെ പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും, പ്രളയാനന്തരം ഉണ്ടാകുന്ന പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മൾ നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിനോടൊന്നും തന്നെ യാതൊരുവിധ നിലപാടുകളും പറയാതെയാണ്. ഇനി 9 നാൾ ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട് മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും പ്രചരണങ്ങൾക്ക് വീറും വാശിയുമേറി. പ്രചരണ ചൂടിൽ കത്തിക്കയറുകയാണ് വയനാട് മണ്ഡലം. വയനാട്ടിൽ പ്രചാരണച്ചൂട് തിളച്ചുമറിയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ല മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധമുള്ള പ്രചാരണങ്ങളാണ് ജില്ലയിൽ 3 മുന്നണികളും നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 17-ന് രാഹുൽ വീണ്ടും വയനാട്ടിലെത്തുമ്പോൾ UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമായ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF ക്യാമ്പ്. വയനാട്ടിൽ പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് LDF. പ്രചാരണ പരിപാടികൾ ഒന്നിനൊന്ന് മികച്ചത്. മുഖ്യമന്ത്രിയെ കളത്തിലിറക്കിയ ദിവസം കൽപ്പറ്റയെ ചെങ്കടലാക്കി നടത്തിയ റോഡ് ഷോയും കിസാൻ മാർച്ചും പ്രവർത്തകരിൽ ആവേശം അലയടിച്ചു. 18-ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തുന്നതോടെ വയനാട്ടിൽ പോരാട്ടം കനക്കും. NDA സ്ഥാനാർത്ഥിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എത്തുന്നതോടെ സംഘടനാതലത്തിൽ പ്രചരണ രംഗം ഊർജിതമാക്കും. നിലവിൽ കുടുംബയോഗങ്ങളും റോഡ് ഷോയും പൊതുപരിപാടികളുമായി തിരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കുകയാണ് NDA സ്ഥാനാർത്ഥി. വരും ദിവസങ്ങളിൽ പരമാവധി പ്രവർത്തകരെ അണിനിരത്തി പ്രചരണ രംഗം കൈപ്പിടിയിലൊതുക്കാനാണ് 3 മുന്നണികളുടെയും നീക്കം. ഇതുകൊണ്ടുതന്നെ വയനാട് ഇതുവരെ കാണാത്ത തിരഞ്ഞെടുപ്പ് ആവേശമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിക്കുക. അനുപ് വർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കുമെന്നത് ഇടതുപക്ഷത്തിന്റെ ദിവാസ്വപ്നമാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാനത്ത് 8000 കർഷകർ ജപ്തി ഭീഷണി നേരിടുകയാണ്. 6 പേർ ആത്മഹത്യ ചെയ്തു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ ഇടതുപക്ഷം ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. അമിത്ഷായുടെ വയനാട് പരാമർശം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതും ആപൽക്കരവുമാണെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. കൽപ്പറ്റയിൽ UDF മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് പറഞ്ഞത്? ആപൽക്കരമായൊരു പ്രസ്താവനയാണ് ആ പ്രസ്താവന അദ്ദേഹം നടത്തിയവിടെ വെച്ചാണ്, സാക്ഷാൽ നാഗ്പൂരിൽ വെച്ചാണ് നടത്തിയത്. ഏതാണ് ഈ നാഗ്പൂർ? RSSന്റെ ആസ്ഥാനം അത് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. RSSന്റെ സംഘചാലക് മോഹൻ ഭഗത്, അദ്ദേഹത്തിന്റെ ആസ്ഥാനം മന്ദിരവും അവിടെ തന്നെയാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം മാത്രം ഒരു പ്രസ്താവന നടത്തിയത്. വരുമ്പോൾ അത് BJPയുടെ, അത് RSSന്റെ, അത് സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ ഒരഭിപ്രായ സമന്വയത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് ഞങ്ങളതിനെ വിലയിരുത്തുന്നത്. ലാഘവബുദ്ധിയോടുകൂടിയല്ല ഞങ്ങളത് കാണുന്നത്. അപകടകരമായ ഒരു പ്രസ്താവന. ആ പ്രസ്താവനയാകട്ടെ ഈ രാജ്യത്തെ പൊളിറ്റിക്കലായി, ഈ രാജ്യത്തെ മതപരമായി പോളറൈസ് ചെയ്യാൻ, ധ്രുവീകരിക്കാൻ വേണ്ടി ശ്രമമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പാകിസ്ഥാൻ പരാമർശത്തിലൂടെ BJP അധ്യക്ഷൻ അമിത്ഷാ വയനാടിനെ അവഹേളിച്ചെന്ന് AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി. അമ്പലവേൽ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാനാജാതി മതങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരുമയോടെ കഴിയുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല. ഇന്ത്യ മതേതരമായി നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ രാഹുൽ ഗാന്ധിയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. P. അസൈനു അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് മനാഫ് അരീക്കോട്, K. വിജയൻ,
എക്സ് ജോസ് എന്നിവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്തതിൻ്റെ അടുത്ത ദിവസം പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ പോയി പറഞ്ഞു അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ നിന്ന് പേടിച്ചോടി. അദ്ദേഹം കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണയിൽ കൂടിയിരിക്കുന്നുവെന്ന്. രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിക്കണമെന്ന് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് മാനന്തവാടി നിയോജക മണ്ഡലം കൺവെൻഷൻ അഭ്യർത്ഥിച്ചു. മാനന്തവാടി ട്രൈസം ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മമ്മൂട്ടി കോമ്പി അധ്യക്ഷനായിരുന്നു. സുജ മാത്യു, ഷംസീർ അരണപ്പാറ, ബഷീർ ബത്തേരി, സുജിത, കെ പി മൂസക്കുട്ടി അരണപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 5 ലക്ഷത്തിലേക്ക് കവിഞ്ഞതിലേക്ക് പ്രവാസികളുടെ നിസ്തൂലമായ സംഭാവനകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ശക്തിപ്രകടനമായ ഒരു പ്രകടനമാക്കി മാറ്റിക്കൊണ്ട് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാൽപ്പറ്റയിൽ നടക്കുന്ന പ്രവാസി കോൺഗ്രസിന്റെ ജില്ലാ കൺവെൻഷൻ ഒരു വൻപിച്ച വിജയമാക്കി തീർക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയിൽ നിന്ന് വയനാട്ടിലെ യുവജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ത് എന്നത് സംബന്ധിച്ച് യുവജന സെമിനാറും ചർച്ചയും സംഘടിപ്പിക്കുന്നു. യൂത്ത് വയനാട് കോൺക്ലേവ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 16 രാവിലെ 10 മണിക്ക് സുൽത്താൻ ബത്തേരി അധ്യാപക ഭവനിലാണ് പരിപാടി. വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരായ യുവതി യുവാക്കൾക്ക് സെമിനാറിൽ പങ്കെടുക്കാം. വിദ്യാഭ്യാസം, തൊഴിൽ, ഗ്രാമീണ സംരംഭകത്വം, അടിസ്ഥാന സൗകര്യ വികസനം, പരിസ്ഥിതി എന്നീ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം നൽകുക. ഈ വിഷയങ്ങളിൽ വിദഗ്ധർ വിഷയാവതരണം നടത്തും. ഡോക്ടർ ജോഷി മാത്യു, സംസാദ് പി ബത്തേരി, ജാഫർ സി കെ, എൽദോ കുര്യാക്കോസ്, ഷിനോജ് കെ, ഹാരിസ് കല്ലുവേൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാട്ടിലെ യുവജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു യുവജന സെമിനാറും ചർച്ചയും സംഘടിപ്പിക്കുന്നു. യൂത്ത് വയനാട് കോൺക്ലേവ് എന്ന ഒരു സംഘടനയാണ് ഇത് നടത്തുന്നത്. 2019 ഏപ്രിൽ 16 രാവിലെ സുൽത്താൻ ബത്തേരിയിലെ അധ്യാപക ഭവനിൽ വെച്ചാണ് ഞങ്ങൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാം. അവരുടെ നിർദ്ദേശങ്ങൾ യങ് വയനാട് എന്നുള്ള ഈ ഒരു പരിപാടിയിലേക്ക് അവരുടെ നിർദ്ദേശങ്ങൾ വയനാടിൻ്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് 17-ാം തീയതി രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് അവർക്ക് സമർപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമായതിനാൽ പ്രചരണം നടത്താതെ പിൻവാങ്ങുന്നതായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പി പ്രവീൺ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർഗീയത മാത്രം മുഖമുദ്രയാക്കിയ NDA ഭരണം അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മോദിയെ താഴെയിറക്കാൻ ഈ തിരഞ്ഞെടുപ്പ് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാതിരിക്കാനാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃശൂരിലും വയനാട്ടിലും മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും തൃശൂരിൽ പ്രചരണം തുടരുമെന്നും പ്രവീൺ പറഞ്ഞു. ഞങ്ങളാണ് ഇപ്പൊ നമ്മൾ ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരെ അവരാക്കുന്ന നമ്മളാണ്. ഞങ്ങളാണ് നിങ്ങളെ നിങ്ങളാക്കിയത്, നിങ്ങളാണ് ഞങ്ങളെ ഞങ്ങളാക്കിയത്. ഞങ്ങൾ നിങ്ങളെ നിങ്ങളാക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ നിങ്ങളാക്കണം. അതല്ലേ ജനാധിപത്യത്തിന്റെ ഇക്വേഷൻ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതിനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ജനാധിപത്യം എന്നുള്ള കാര്യങ്ങൾ. പരസ്പരം ബഹുമാനമോ പരസ്പരം സ്നേഹമോ ഇല്ലാതെ ഔദാര്യം കൊടുക്കുന്ന രീതിയിലാണ് ഇന്ന് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അവകാശമാണ്. നമുക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞു. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച BJP അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷാ വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് MSF ദേശീയ പ്രസിഡന്റ് TP അഷ്റഫ് അലി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ BJPക്കും CPMനും ഒരേ സ്വരമാണെന്നും കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുന്നത് രാജ്യത്തെ സേവിക്കാനാണെന്നും അതേസമയം CPM നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് പോകണമെന്നുള്ളതാണ്. കാരണം വയനാട് ഒരു പാകിസ്ഥാനാണെങ്കിൽ പിന്നെ BJP എന്തിനാണ് പാകിസ്ഥാനിൽ മത്സരിക്കുന്നത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ നരേന്ദ്രമോദിയോട് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ അർത്ഥത്തിൽ വംശീയതയും അതുപോലെ തന്നെ വർഗീയതയും നിരന്തരം പ്രചരിപ്പിക്കുന്ന BJPയുടെ നേതാക്കന്മാർ അവർ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് ജനങ്ങൾക്ക് മുമ്പാകെ പറയട്ടെ, വികസന കാഴ്ചപ്പാട് അവർ ജനങ്ങൾക്ക് മുമ്പാകെ പറയട്ടെ. കോൺഗ്രസും UPI മുന്നോട്ട് വെച്ചിട്ടുള്ള ഹം നിഭായേങ്കെ എന്നുള്ള ഒരു മുദ്രാവാക്യമുണ്ട്. അത്
ഈ രാജ്യത്തെ ഭാവി ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയുടെ തലക്കെട്ടാണ്. BJPക്ക് അങ്ങനെയൊന്നും പറയാനില്ല. അവർ ഇപ്പോഴും ഒരു സങ്കല്പ പത്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDSFന്റെ നേതൃത്വത്തിൽ ബത്തേരിയിൽ നിന്നും കൽപ്പറ്റയിലേക്ക് ബൈക്ക് റാലി നടത്തി. ബത്തേരി കോട്ടക്കുന്നിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി MSF ദേശീയ പ്രസിഡന്റ് TP അഷ്റഫ് അലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ ജഷീർ പള്ളിവേൽ, മുനീർ വടകര, അമൽ ജോയ് തുടങ്ങിയവർ സംബന്ധിച്ചു. റാലിയിൽ 100ഓളം ഇരുചക്രവാഹനങ്ങൾ അണിനിരന്നു. കഴിഞ്ഞ 5 വർഷത്തെ BJP ഭരണത്തിന് കീഴിൽ മതേതരത്വവും ജനാധിപത്യവും ആക്രമിക്കപ്പെട്ടുവെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ദാവളെ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയതലത്തിൽ BJPക്കും RSSനുമെതിരെ പോരാടുമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് വഴി ഇടതുപക്ഷത്തെ പാർശ്വവൽക്കരിക്കുക എന്ന സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. The centenary day of the Jallianwala Bagh massacre, which took place, the British killed hundreds of Indians at that time, and today we are holding the centenary anniversary of that very horrific event. Today in the country, and now immediately I come to Kerala and to the Wayanad thing also. The main danger before the entire country is the BJP RSS and its attack on the rights of the people, its attack on democracy, its attacks on secularism, which have been going on under the Modi government for the last 5 years continuously. കോൺഗ്രസ് ഭരിച്ച പ്രദേശങ്ങളിൽ അവർ നടപ്പിലാക്കിയ ജനവിരുദ്ധ നയങ്ങൾ കാരണം അവിടങ്ങളിൽ BJPക്ക് വളരാൻ വഴിയൊരുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്രസമ്മേളനത്തിൽ കിസാൻ സഭ ദേശീയ നേതാക്കളായ P. കൃഷ്ണപ്രസാദ്, വിജു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ആഹ്വാനവുമായി മാവോയിസ്റ്റുകൾ തിരുനെല്ലിയിലും എത്തി. പോളിംഗ് ബൂത്തായി കണക്കാക്കുന്ന തിരുനെല്ലി ആശ്രമ സ്കൂളിന്റെ ചുമരിലും ഒരു ചായക്കടയുടെ മുൻവശത്തുമാണ് കഴിഞ്ഞ രാത്രി മാവോയിസ്റ്റുകൾ പോസ്റ്റർ പ്രചരണം നടത്തിയത്. രാത്രിയുടെ മറവിൽ ആരോ പോസ്റ്റർ ഒട്ടിച്ചു പോയി കളഞ്ഞതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂൾ പരിസരത്തും കോളനി പരിസരത്തും ഒട്ടിച്ചിരിക്കുന്നത് മാവോയിസ്റ്റ് മുഖപത്രമായ കാട്ടുതീയുടെ കോപ്പിയാണ്. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് പോസ്റ്റർ. 1975-ലെ ഭൂപരിഷ്കരണ നിയമം മാറി മാറി വരുന്ന സർക്കാരുകൾ അട്ടിമറിച്ചെന്നും വിദ്യാഭ്യാസം ഒരു കൂട്ടം സമ്പന്നർ കൈയടക്കി വച്ചിരിക്കുകയാണെന്നും ലഘുലേഖകളിൽ പറയുന്നു. തണ്ണീർത്തോടുകളും പാടങ്ങളും കൈയടക്കാൻ വൻകിട റിസോർട്ട് മാഫിയകൾക്ക് ഭരണകൂടം ഒത്താശ ചെയ്യുകയാണെന്ന് കാട്ടുതീ കുറ്റപ്പെടുത്തി. 1 മാസം മുമ്പ് മാവോയിസ്റ്റുകൾ തിരുനെല്ലിയിലെ ഒരു റിസോർട്ടിൽ എത്തിയതായി വിവരമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ബഹിഷ്കരണ ആഹ്വാനവുമായി മേപ്പാടി മുണ്ടക്കയിൽ ഈ ആഴ്ച മാവോയിസ്റ്റുകൾ പോസ്റ്ററുകളും ബാനറുകളും പതിച്ചിരുന്നു. ഇതിനിടെ ബഹിഷ്കരണ ആഹ്വാനവുമായി മാവോയിസ്റ്റുകൾ കൽപ്പറ്റ പ്രസ് ക്ലബിലേക്ക് 2 തവണ തപാലിൽ റിലീസുകൾ എത്തിച്ചിരുന്നു. സുരേഷ്, വയനാട് വിഷൻ, കാട്ടിക്കുളം. തമിഴ്നാട്ടിലെ നീലഗിരി, കന്യാകുമാരി ജില്ലകളിലെ വോട്ടിംഗ് മെഷീനുകളിൽ തമിഴിലും മലയാളത്തിലും സ്ഥാനാർത്ഥികളുടെ പേരുകൾ രേഖപ്പെടുത്തും. മലയാളികൾ താമസിക്കുന്ന പ്രദേശത്ത് കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് 2 ഭാഷകളിൽ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീലഗിരിയിലെ ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിലും കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലുമാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്. ഈ പ്രദേശത്ത് വോട്ടിംഗ് മെഷീനുകളിൽ പേരുകൾ തമിഴിലും മലയാളത്തിലുമുണ്ടാകും. തമിഴ് വായിക്കാനറിയാത്ത മലയാളികൾക്ക് ചിഹ്നവും പേരും നോക്കി കൃത്യമായി വോട്ട് രേഖപ്പെടുത്താനാണ് മലയാളത്തിലും പേരുകൾ നൽകിയിരിക്കുന്നത്. ഈ മാസം 18-ന് 2ാം ഘട്ടത്തിലാണ് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ്. ഓരോ സ്ഥാനാർത്ഥിക്കും നൽകുന്ന വോട്ടുകൾ ചിഹ്നവും പേരും കൃത്യമായി മനസ്സിലാക്കി രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് നീലഗിരി ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശത്തിൽ 2 ഭാഷകളിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് വിഷൻ, ചീരാൽ. മറ്റു വാർത്തകളിലേക്ക്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമുയർത്തി ക്രൈസ്തവ സമൂഹം നാളെ ഓശാന തിരുനാൾ ആചരിക്കും. സ്വയം വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്തേറി ജൈവിളികളുടെയും ഓശാന വിളികളുടെയും മധ്യേ എഴുന്നള്ളിയതിന്റെ ഓർമ്മയാണ് ഓശാന ഞായറാഴ്ച. ഓശാന ഞായറാഴ്ചയുടെ ക്രൈസ്തവർക്ക് വിശുദ്ധ വാരാചരണം തുടങ്ങി. ഹോസാന എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് മലയാളത്തിൽ ഓശാന എന്ന വാക്കുണ്ടായത്. ഹെബ്രായരുടെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഹോസാന. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനകളും നാളെ വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് നടക്കും. യേശുവിനെ രാജകീയമായി സ്വീകരിച്ച ജെറുസലേം നഗരത്തിലേക്ക് എതിരേറ്റ ജനങ്ങൾ സന്തോഷസൂചകമായി സൈത്തിൻ കൊമ്പുകളേന്തിയതിൻ്റെ ഓർമ്മയായി കേരളത്തിൽ ക്രൈസ്തവർ കുരുത്തോലകൾ കയ്യിലേന്തും. ഇതിനായി പ്രത്യേകമായി തയ്യാറാക്കിയ കുരുത്തോലകൾ വെഞ്ചരിച്ച വൈദികർ വിശ്വാസികൾക്ക് നൽകും. ക്രൈസ്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇനിയുള്ള ഒരാഴ്ചക്കാലം.
പെസഹാവേഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ എന്നീ ദിവസങ്ങളെ ക്രൈസ്തവർ ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം കാണുന്ന ദിവസങ്ങളായാണ് ഇനിയുള്ള ഒരാഴ്ചക്കാലം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തും. 50 ദിവസം നീണ്ടുനിന്ന നോമ്പാചരണത്തിന് വിഭൂതിയോടെയാണ് തുടക്കം കുറിച്ചത്. നോമ്പാചരണത്തിനോടനുബന്ധിച്ച എല്ലാ ദേവാലയങ്ങളിലും ബൈബിൾ കൺവെൻഷനും പ്രത്യേക പ്രാർത്ഥനാ കൂട്ടായ്മയും കുരിശിൻ്റെ വഴിയും നടത്തി. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ മലയാളികൾക്ക് കണിയൊരുക്കാൻ വിപണിയിൽ കണിവെള്ളരികളെത്തി. വിഷുവിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിഷു വിപണിയും സജീവമായി. ഓട്ടുരുളിയിൽ സ്വർണ്ണ നിറമുള്ള കണിയൊരുക്കാൻ വിപണിയിൽ കണിവെള്ളരികളെത്തി. വിഷുവിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിഷു വിപണിയും സജീവമായി. 45 രൂപയാണ് വിഷുക്കണിയിലെ പ്രധാന ഇനമായ കണിവെള്ളരിയുടെ മൊത്ത വ്യാപാര വില. 55 മുതൽ 60 രൂപ വരെയാണ് ചില്ലറ വിൽപ്പന വില. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലയിൽ വലിയ മാറ്റമൊന്നുമില്ല. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കണിവെള്ളരി എത്തുന്നുണ്ടെങ്കിലും പാലക്കാട്, മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിലേക്ക് കൂടുതലും കൊണ്ടുവരുന്നത്. അതേസമയം പല അവശ്യ സാധനങ്ങളുടെയും വില കുത്തനെ കൂടിയിട്ടുണ്ട്. വിഷു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉഷാറ്, പിന്നെ നമ്മളെ വിഷു ഉഷാറ്. വിലയൊക്കെ എങ്ങനെയാണ്? വില ന്യായമായ വിലയുള്ളൂ. എല്ലാത്തിനും അധികം ഓവറായിട്ടുള്ള വിലകളൊന്നുമില്ല. പയറിനും ബീൻസിനും 1-2 ഐറ്റത്തിന് വില കൂടുതൽ, ബാക്കിയെല്ലാം കുറവാണ്. കണിവെള്ളരിൻ്റെയോ? കണിവെള്ളരിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉഷാർ കണിവെള്ളരിയാണ്. കുറച്ച് വില കൂടുതലുണ്ടെങ്കിലും നല്ല സൂപ്പർ സാധനം. എല്ലാ സ്ഥലത്തും തിരക്കുകളാണ്. ഇന്നലെ നാളെയാണ് കൂടുതൽ തിരക്ക് വരും. ന്യായമായ വില മാത്രമേ ഉള്ളൂ. തക്കാളി ചെറുങ്ങനെ കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ പച്ചക്കറികളെല്ലാം ഐറ്റംസ് നല്ല ഐറ്റംസുകളാണ്. അതിനെ നമ്മളെ ഇപ്പോൾ തിരഞ്ഞെടുപ്പാണ്. ചൂടിനുമായി തന്നെ പച്ചക്കറി ചൂടായിക്കൊണ്ടിരിക്കും. നാളെ പോയി ചൂടാവും എന്തായാലും കുറച്ച് പച്ചക്കറി. കഴിഞ്ഞ ആഴ്ച 50 രൂപയായിരുന്ന ബീൻസിന് 75 രൂപയായിട്ടുണ്ട്. 25 രൂപയായിരുന്ന ബീട്രൂട്ടിന് 50 രൂപയും 30 രൂപയുണ്ടായിരുന്ന ക്യാരറ്റിന് 70 രൂപയും 50 രൂപയുണ്ടായിരുന്ന ചെറിയുള്ളിക്ക് 80 രൂപയുമായി. പടവലത്തിന് 60 രൂപയാണ് വില. തിരഞ്ഞെടുപ്പ് ചൂടിലെത്തിയ ഈ വിഷുക്കാലവും മലയാളിക്ക് ഐശ്വര്യപൂർവമായ ഒരു വർഷം തന്നെയാണ് സമ്മാനിക്കുന്നത്. വയനാട് വിഷൻ, കൽപ്പറ്റ. മൂപ്പേനാട് പഞ്ചായത്ത് 1-ാം വാർഡ് ജയ്ഹിന്ദ് കോളനിയിൽ രോഗിയായ സ്ത്രീയും മകളും മകളുടെ 2.5 വയസ്സുള്ള കുട്ടിയും അനാഥാവസ്ഥയിൽ ദുരിത ജീവിതം നയിക്കുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിലുള്ള വീട്ടിലേക്ക് കയറാൻ വഴി പോലുമില്ല. മരുന്നിനും ഭക്ഷണത്തിനും നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലാണ് മാമ്പുള്ളിൽ മേരി എന്ന 47-കാരിയും മറ്റ് 2 ജീവിതങ്ങളും കഴിഞ്ഞുകൂടുന്നത്. ദയനീയാവസ്ഥയിലുള്ള ഇവരെ തേടി ഒരു സർക്കാർ ആനുകൂല്യങ്ങളും ഇതുവരെ എത്തിയിട്ടുമില്ല. ശരീരാവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം നിലച്ചു പോകുന്ന ഗുരുതരമായ രോഗം ബാധിച്ച നിലയിലാണ് 47-കാരിയായ മേരി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2 വർഷം മുമ്പ് ഓപ്പറേഷൻ നടത്തി വലത് കാൽപാദം മുറിച്ചു നീക്കിയതാണ്. ഭർത്താവ് ഉപേക്ഷിച്ച നിലയിൽ 23-കാരിയായ മിനി എന്ന് വിളിക്കുന്ന ബിൻസിയും 2.5 വയസ്സുള്ള മകനുമാണ് വീട്ടിലുള്ളത്. ആകെയുള്ള 3 സെന്റ് ഭൂമിയിൽ 30 വർഷത്തോളം പഴക്കമുള്ള ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി വീടിനുള്ളിൽ ഇരുട്ടിലാണ് 3 ജീവനുകൾ കഴിഞ്ഞുകൂടുന്നത്. ആരും സഹായത്തിനില്ല. ഇവർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ സമയത്ത് വീടിൻ്റെ വാതിൽ വരെ ആരോ പൊളിച്ചുകൊണ്ടുപോയി എന്ന് ബിൻസി പറയുന്നു. റേഷൻ കാർഡ്, ഇലക്ട്രൽ കാർഡ് എന്നിവയൊക്കെ നഷ്ടപ്പെട്ടു. ആരും സഹായിക്കാനില്ലാതെ, അമ്മയ്ക്ക് മരുന്നിനും ഭക്ഷണത്തിനും നിവൃത്തിയില്ലാതെ പട്ടിണിയും നരകയാതനയും അനുഭവിക്കുകയാണ് തങ്ങളെന്ന് ബിൻസി പറയുന്നു. ഞങ്ങൾക്ക് എത്തിയവരോ പിടിച്ചവരോ ആരുമില്ല. ഞങ്ങളൊരു അനാഥരാണ്. ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ആരും തന്നെ ഇല്ല ഇവിടെ. ഞങ്ങൾ സഹായിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നും പറഞ്ഞു കൊടുത്ത് തിരിപ്പിച്ചവിടെയും പൊലച്ച്, ഒരു കണ്ണില്ലാത്ത പെരച്ച്. ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയില്ല സാറേ. ഒരു സെർ അരി വാങ്ങാൻ വരെ ഞങ്ങൾക്ക് അതൊരു കഴിവില്ല. അമ്മയ്ക്ക് സുഖമില്ലാതായിട്ട് എത്രയായി? 3 വർഷത്തോളായി. ഈ 3 വർഷം ഞങ്ങൾ നിരാശപ്പെട്ട് കഴിയാണ്. ഞങ്ങൾക്ക് കിടക്കാൻ വീടില്ല, സ്ഥലമില്ല. ഒരു കക്കൂസോ മൂത്രപ്പുര പോലുമോ ഇവർക്കില്ല. ഒരു സർക്കാർ ഏജൻസിയുടെയും കണ്ണിൽ ഇവർ പെട്ടിട്ടില്ല. സൗജന്യ റേഷൻ പോലുമില്ല. രോഗിയായ അമ്മയെ ഒറ്റയ്ക്കാക്കി കൂലിപ്പണിക്ക് പോലും പോകാൻ ബിൻസിക്കും കഴിയുന്നില്ല. സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായിരിക്കുകയാണ് അനാഥമായ 3 ജീവിതങ്ങൾ. ഈ മേരി എന്ന സ്ത്രീയുടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്ന മോളും. ആ കാലൊക്കെ മുറിച്ച് കളഞ്ഞ് ദയനീയ അവസ്ഥയിലാണ്. ഇത് ആരെങ്കിലും കണ്ട് ഈ അവസ്ഥ ആരെങ്കിലും കണ്ട് എന്തെങ്കിലും അവർക്ക് മരുന്നോ
ഒരു വീടോ നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പുണ്യം തന്നെ ആയിരിക്കും. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. വേനൽ ചൂടിന് ആശ്വാസമായി പുൽപ്പള്ളി മേഖലയിൽ ശക്തമായ വേനൽ മഴ. ജില്ലയിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും മഴ ലഭിച്ചപ്പോഴും ഇവിടെ മഴ കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിച്ചു. കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയിരുന്നു. പലയിടത്തും ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയ സാഹചര്യത്തിലാണ് പുൽപ്പള്ളി ടൗണിലും പരിസരങ്ങളിലും വേനൽ മഴ ലഭിച്ചത്. വരും ദിവസങ്ങളിലും മഴ ലഭിച്ചാൽ കാർഷിക വിളകൾ നടാൻ പറ്റും. കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകൾ നശിക്കാതിരിക്കാനും മഴ സഹായമാകും. വരും ദിവസത്തിലും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വയനാട് വിഷൻ, പുൽപ്പള്ളി. കല്ലോടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1989 പഠനം പൂർത്തിയാക്കിയ 200ഓളം വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ കൂട്ട് 89 പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേറിട്ട അനുഭവമായി. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ 1 വർഷം കൊണ്ടാണ് 89 ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കണ്ടെത്താനായത്. സംഗമത്തിൽ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും 40 അധ്യാപകരും പങ്കെടുത്ത് സ്വയം പരിചയപ്പെടുത്തുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക അന്നമ്മ മേഴ്സി ആന്റണി സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്നേഹവിരുന്നിനും കലാപരിപാടികൾക്കും ശേഷം ഗുരുവന്ദനം നടന്നു. മുഴുവൻ അധ്യാപകരെയും ഉപഹാരം നൽകി ആദരിച്ചു. ജാജി എവനാർകുളം, ഷോജി ജോസഫ്, ഷാജി ചീങ്കല്ലേൽ, ശാരദ സജീവൻ, ജോളി എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. ഞങ്ങൾ 1 മുതൽ 10 വരെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ആദരിക്കുന്നുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം അവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ മെമൻറ്റോകൾ ഓരോ പൂർവ്വ വിദ്യാർത്ഥിയും ഒരു അധ്യാപകനെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ചതിന് ശേഷം അവർ കൈമാറ്റം ചെയ്ത് അവരെ ആദരിക്കുന്നു. ഇനി ബിസിനസ് വാർത്തകൾ. മഹാറാണി സിൽക്സിന്റെ പുതിയ ഷോറൂം കൽപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന വേളയിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് നേടിയ ശ്രീധന്യയുടെ മാതാപിതാക്കളെ ആദരിച്ചു. MLA CK ശശീന്ദ്രൻ, നഗരസഭാ ചെയർപേഴ്സൺ സനിത ജഗദീഷ് എന്നിവർ പങ്കെടുത്തു. പ്രവേശനത്തിന് സെലക്ഷൻ കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അവരെ ആദരിക്കാൻ മഹാറാണി സിൽക്സിന്റെ വയനാട്ടിൽ അവരുടെ ഷോറൂം ഇവിടെ ആരംഭിക്കുമ്പോൾ അതിന് തയ്യാറായി എന്നുള്ളതും ഏറെ ചാരിതാർത്ഥ്യജനകമാണ്. അവരെ ഞാൻ ഈ കാര്യത്തിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. കൂപ്പൺ നറുക്കെടുപ്പിൽ 1ാം സമ്മാനം ഡാറ്റ്സൺ റെഡികോ കാറിന് ഓട്ടോ ഡ്രൈവറായ മുഹമ്മദ് ആഷിഖ് മുണ്ടേരി അർഹനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിൽ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണി. തുഷാറിന് ഗൺമാനെ നൽകി സുരക്ഷ ആവശ്യമില്ലെന്ന PP സുനീർ. ആദിവാസി മേഖലകളിലെ പ്രവർത്തനം ചിലരെ അസ്വസ്ഥതപ്പെടുത്തുന്നുവെന്ന തുഷാർ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കുമെന്നത് ഇടതുപക്ഷത്തിന്റെ ദിവാസ്വപ്നമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാക് പരാമർശത്തിലൂടെ അമിത്ഷാ വയനാടിനെ അവഹേളിച്ചെന്ന ഉമ്മൻചാണ്ടി. തിരുനെല്ലിയിൽ മാവോയിസ്റ്റ് പോസ്റ്റർ, തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം. നാളെ ഓശാന ഞായർ, നാഥനെ വരവേൽക്കാനൊരുങ്ങി നാടെങ്ങും ക്രൈസ്തവ സമൂഹം. കണിവെള്ളരിയെത്തി, വിഷുവിപണി സജീവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.